ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലേസാണ്. എനിക്ക് തിന്നാനല്ലേ അറിയുള്ളൂ, അതുകൊണ്ട് ഇപ്രാവശ്യം പാമ്പൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ ആണ് മെയിൻ. അപ്പോൾ പൊട്ടറ്റോയിലെ തൊലി കളയലാണ് ഫസ്റ്റത്തെ പരിപാടി. അപ്പം ഞാനും ബാമയും കൂടിയാണ് ചെയ്യണത്. ഹാഫ് ബാമ ചെയ്യും, ഹാഫ് ഞാൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പൊട്ടറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നാലാണല്ലോ ലേസ് ഉണ്ടാക്കാൻ പറ്റുക. അവസാനം പൊട്ടറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ ഇതേ ഫോമിലിരിക്കും. അതിനുശേഷം നമ്മളത് സ്ലൈസായിട്ട് അരിയുക. ഭയങ്കര സ്ലൈസായി ഇതേപോലെ പൊടിഞ്ഞ് കിടക്കും ഗൈസ്. അതിനുശേഷം നമ്മളൊരു വെള്ളത്തിൽ അതിനെ കുറച്ച് നേരം മുക്കി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അണ്ടാവോ എന്തെങ്കിലും എടുത്ത് ചെരുവോ എന്തെങ്കിലും എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ച പൊട്ടറ്റോ അതിനകത്ത് ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എൻ്റെ ഐഡിയ വെച്ചിട്ട് കിണ്ണങ്കാച്ചി ആയിട്ടായിരിക്കും. അത് ഈ പൊട്ടത്തേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് പറയും ഗൈസ്. ഇവൾ ഇങ്ങനെ പറഞ്ഞതിന് കാരണം ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പ് ആവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ടൊന്ന് ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം പോകാനായിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് എണ്ണയിലിട്ട് വെറുതെ വറുത്തെടുക്കുക. എന്നിട്ട് വറുത്ത് കോരി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇത് പ്രോസസ്സ് നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചത് തീരണ വരെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വെളിച്ചെണ്ണയിലല്ല വറുക്കേണ്ടത്, ഓയിലാണ് വറുക്കേണ്ടത്. പിന്നെ ഇതൊക്കെ ചെയ്യണത് എൻ്റെ അനിയത്തിയാണ്. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് തല ഇറങ്ങിയപ്പോൾ പകുതി എനിക്ക് അവളെ സഹായിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും കുറച്ച് മാഗി മസാല ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, തല ഇറങ്ങിയിട്ട് ഞാൻ അവിടെ പോയി കിടക്കായിരുന്നു. അങ്ങനെ എനിക്ക് അവിടേക്ക് കൊണ്ടുവന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.